ഓൾ, എല്ലാവർക്കും PK ലേണിംഗ്സിന്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ PYQ സീരീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയും നമ്മൾ 2020 വർഷത്തിൽ PSC വിവിധ പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുള്ള കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടോപ്പിക്ക് വൈസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക്കിൽ നിന്നും PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുമ്പോൾ പഠിക്കാൻ മാത്രമല്ല PSC ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇഷ്ടം പോലെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലെ ഓരോരോ സെക്ഷനായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ക്ലാസ്സിൽ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള 10 ചോദ്യങ്ങളും അവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലനേഷനുകളും നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ അല്ലേ? അപ്പോൾ റെഡി അല്ലേ? ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ലോഹങ്ങളും അലോഹങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം എന്താണ്? 007/2020 എന്ന് പറയുന്ന ചോദ്യ പേപ്പറിൽ, ട്രെയിനിങ് ഇൻസ്ട്രക്ടറുടെ ചോദ്യ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. എന്താണിത്? സോൾഡർ അയൺ ഈസ് ആൻ അലോയ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നിർത്തിയിരിക്കുക. സോൾഡർ അയോൺ എന്ന് പറയുന്ന സാധനം, സോൾഡർ എന്ന് പറയുന്ന സാധനം എന്താണ്? എന്തോ രണ്ട് മെറ്റലുകളുടെ അലോയാണ് സോൾഡർ എന്ന് പറയുന്നത്. അതേത് മെറ്റലുകളാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ എന്താണ് ഈ അലോയ് എന്ന് പറയുന്നത്? അലോയ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ മെറ്റലുകളെ അല്ലെങ്കിൽ ലോഹങ്ങളെ ഉരുക്കി ഒന്നിച്ച് ചേർത്ത് ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളെയാണ് അലോയികൾ എന്ന് വിളിക്കുന്നത്. അലോയികളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഏകാത്മക മിശ്രിതങ്ങളാണ്. അതായത് ഈ അലോയ് എന്ന് പറയുന്ന ഉദാഹരണത്തിന് സ്വർണവും കോപ്പറും അല്ലെങ്കിൽ ചെമ്പും കൂടെ ചേർത്തിട്ടുള്ള ഒരു അലോയ് ഉണ്ടാക്കി എന്ന് വിചാരിക്കാം. ഈ അലോയുടെ ഏത് ഭാഗത്ത് നിന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവിടെ എല്ലാം നമുക്ക് സ്വർണവും കോപ്പറും കിട്ടും. ഒരു ഏകാത്മക മിശ്രിതമാണ്, ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു മിക്സ്ചറായിട്ടായിരിക്കും എന്തിരിക്കുക, ഈ പറയുന്ന അലോയികൾ ഉണ്ടാവുക. അപ്പോൾ വളരെ പ്രാചീന കാലത്ത് തൊട്ട് തന്നെ, ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാലഘട്ടത്തിൽ തൊട്ട് തന്നെ മനുഷ്യന് അലോയികളുടെ ഉപയോഗം പരിചിതമാണ്. അപ്പോൾ എന്താണ് ഈ മെറ്റലിനെ സാധാരണ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും അലോയി ആക്കി കഴിഞ്ഞാലുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത്? അപ്പം മെറ്റലിന് സാധാരണഗതിയിലുള്ള സ്വഭാവങ്ങൾ കുറച്ചുകൂടെ എൻഹാൻസ് ആവും അതിനെ അലോയ് ആക്കി കഴിയുമ്പോൾ. ഫോർ എക്സാമ്പിൾ, സ്വർണം അല്ലെങ്കിൽ ഗോൾഡ് വെച്ചിട്ടുള്ള ഓർണമെൻറ്റുകൾ നമ്മൾ ഉപയോഗിക്കും അല്ലേ? എന്തുകൊണ്ടാണ് സ്വർണത്തിനെ നമ്മൾ ഓർണമെൻ്റ് ആക്കുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നല്ല ലെസ്റ്റർ ഉണ്ട്, മെറ്റാലിക് ലെസ്റ്റർ ഉണ്ട്. ഇത് അന്തരീക്ഷവുമായിട്ട് വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് പോകാത്ത സാധനം, നോബിൾ മെറ്റൽ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു മാലയൊക്കെ ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മോയ്സ്ചറായിട്ടോ അല്ലെങ്കിൽ പുറത്തുള്ള അന്തരീക്ഷവുമായിട്ടോ പെട്ടെന്ന് പ്രവർത്തിച്ച് അതിൻ്റെ തിളക്കം പോവില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടാണ്. അതേപോലെ ഡക്റ്റൈലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വലിച്ചു നീട്ടിയിട്ട് നല്ല വ്യത്യസ്തമായ ഡിസൈനുകളൊക്കെ ഉണ്ടാക്കാം സ്വർണ്ണമാല വെച്ചിട്ട്. ഇതൊക്കെയാണ് സ്വർണത്തിനെ ഒരു ഓർണമെൻ്റ് ആക്കുന്നത്. പക്ഷേ ഈ സ്വർണത്തിന് കുറച്ചുകൂടെ ബലം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? അതിനകത്തേക്ക് ചെമ്പിൻ്റെ ഒരു അംശവും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സ്വർണ്ണമൊക്കെ തന്നെയും 916 ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സ്വർണ്ണമൊക്കെ തന്നെയും അതിനകത്ത് ചെറിയ രീതിയിലുള്ള ചെമ്പിൻ്റെ അംശമുണ്ട്. ആ അംശം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ സ്വർണ്ണം ഇത്രയും ബലത്തിൽ ഒരു ആഭരണമൊക്കെ ആയിട്ട് വലിയ ലോക്കറ്റിനെയൊക്കെ താങ്ങി നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു മെറ്റലിൻ്റെ സ്വഭാവം മറ്റൊരു മെറ്റൽ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻഹാൻസ് ആയി. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള റേഷ്യോകളിൽ വ്യത്യസ്തമായിട്ടുള്ള മെറ്റലുകളെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അലോയികളെ നിർമ്മിക്കുന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചു സോൾഡർ ആയിട്ട് ഉപയോഗിക്കുന്ന അലോയ് എന്ത്? അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ആലോചിക്കാം, സോൾഡർ എന്ന് വെച്ചാൽ എന്താണ്, എന്തിനാണ് നമ്മളിത് ഉപയോഗിക്കുക എന്ന് ആലോചിക്കാം. അപ്പോൾ ആ സ്വഭാവങ്ങളുള്ള രണ്ട് മെറ്റലുകളെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുക, ശരിയല്ലേ? അപ്പോൾ സോൾഡർ എന്തിനാ ഉപയോഗിക്കുക? ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റുകളിൽ അതിൻ്റെ പല പല പാർട്ടുകളെ പരസ്പരം ഒന്നിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ രണ്ട് ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇതിനെ നമുക്ക് രണ്ട് വയറുകളാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? പരസ്പരം യോജിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സോൾഡർ അയൺ എടുത്തിട്ട് അതിനകത്തേക്ക് വൈദ്യുതി കടത്തി വിടുമ്പോൾ അവിടെ നിന്നും ഉരുകിയ ഈ അലോയുടെ, നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഉരുകിയ ആ സോൾഡർ എന്ന് പറയുന്ന അലോയുടെ മിശ്രിതം ഇങ്ങനെ ഇറങ്ങി വരും. ആ മിശ്രിതത്തിനെ നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും എന്താവും? ഈ രണ്ട് വയറുകളും തമ്മിൽ കണക്റ്റായി അല്ലേ? അപ്പം നമുക്കിവിടെ യൂസ് ചെയ്യേണ്ട അലോയ്ക്ക് എന്തൊക്കെ സ്വഭാവം വേണ്ടി വരും? ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോഴേക്ക് പെട്ടെന്ന് മെൽറ്റായി പോകുന്ന അലോയ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് മെൽറ്റായി പോയി കഴിഞ്ഞ് ഇവിടെ ഒട്ടിയ ശേഷം പിന്നെ അത് ഇളകി വരരുത്, ഇത്തിരി ബലമുള്ള സാധനമായിരിക്കണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, വൈദ്യുതി കടത്തിവിടുന്ന സാധനം ആയിരിക്കണ്ടേ?
ഇൻസുലേഷൻ സ്വഭാവമുള്ള ഒരു സാധനത്തിന് ഇവിടെ 2 വയർ വെച്ച് ഒട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം വർക്ക് ചെയ്യോ? ഇല്ല. അപ്പോൾ ഈ 3 സ്വഭാവങ്ങളുമുള്ള 2 മെറ്റലുകളെ ചേർത്തുകൊണ്ട് നിർമ്മിക്കപ്പെടാവുന്ന ഒരു അലോയ് ആയിരിക്കും എന്തിലുപയോഗിക്കുക? സോൾഡറിൽ ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പോൾ പർപ്പസ് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. ലെഡും ടിന്നും കൂടെ ചേർത്തുകൊണ്ട് ഉണ്ടാക്കുന്ന മിശ്രിതമായിട്ടുള്ള അലോയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സോൾഡർ അയണിൽ അല്ലെങ്കിൽ സോൾഡറിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ പറയുന്ന അലോയ്, അതായത് ലെഡും ടിന്നും കൂടെ ചേർന്നുണ്ടാകുന്ന ആലോയ്ക്കകത്ത് 60% ടിന്നും 40% ലെഡുമാണ് ഉണ്ടാവുക. ഇതിനെ ചേർത്തുകൊണ്ടുള്ള ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ സോൾഡർ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്വഭാവങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സ്വഭാവം ഞാൻ പറഞ്ഞു, ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം. നമ്മൾ കണ്ടില്ലേ, കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അലിഞ്ഞിട്ട് ഈ മെറ്റൽ മെൽറ്റായിട്ട് മെറ്റൽ ഇങ്ങനെ ഇറങ്ങി വരണം അല്ലേ. അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ, അതായത് ഏകദേശം ഈ പറയുന്ന ചെറിയൊരു ടെമ്പറേച്ചറിൽ തന്നെ എന്ത് ചെയ്യണം? അത് അലിഞ്ഞു പോകുന്ന സാധനമായിരിക്കണം. ലോ മെൽറ്റിംഗ് പോയിന്റിൽ അലിയുന്നതായിരിക്കണം. ലോ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ തീരെയും ചെറുതുമല്ല. അന്തരീക്ഷത്തിൽ വെറുതെ വെച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങനെ അലിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെന്താവും? ദ്രാവകമായിട്ട് ഇറങ്ങി വരൂലേ. അപ്പം അങ്ങനെയും ചെയ്യാൻ പാടില്ല. അപ്പം എത്രയാണ്? ഏകദേശം ഒരു 183 ഡിഗ്രി സെൽഷ്യസിലൊക്കെ മെൽറ്റ് ആകുന്ന ഒരു സാധനമായിരിക്കണം. അപ്പം അതൊക്കെ. ഇനി പ്രിവെൻറ്റിങ് ഹീറ്റ് ഡാമേജ് ടു സെൻസിറ്റീവ് ഇലക്ട്രോണിക് പാർട്ട്. ഇതിനെ ലോ മെൽറ്റിംഗ് പോയിന്റ് അല്ല, പകരം ഇതിനെ ഒരു 5000-ലൊക്കെ മെൽറ്റ് ആവുന്ന ഒരു മെറ്റലിനെയാണ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുപോയി അലിയിച്ചിട്ട് ഇങ്ങനെ ആഡ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? 2 വയറിനെ തമ്മിലാണ് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ ഈ ചൂട് കാരണം, ഈ ഉരുകി കിടക്കുന്ന ആ ഒരു മെറ്റൽ അലോയുടെ ചൂട് കാരണം ഈ വയറും കൂടെ മെൽറ്റ് ആവൂലേ, അതിൻ്റെ ഇലക്ട്രോണിക് പാർട്ടുകൾ നശിച്ചു പോകൂലേ, പ്ലാസ്റ്റിക് പാർട്ടുകളൊക്കെ നശിക്കൂലേ. അതുകൊണ്ട് അത്രയും കുറവുള്ള, അതായത് ഈ 183 മെറ്റലിനെ സംബന്ധിച്ച് കുറവാണ്. അങ്ങനെ കുറവുള്ള ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കണം സോൾഡർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത സ്വഭാവം ഹൈ കണ്ടക്ടിവിറ്റി ആയിരിക്കണം. എൻഷോർ ഇലക്ട്രിക് ഫ്ലോ ത്രൂ ദ കണക്ഷൻ വിത്ത് വെരി ലിറ്റിൽ റെസിസ്റ്റൻസ് വളരെ കുറച്ചുകൊണ്ട് ഈ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന വയറുകൾ തമ്മിലുള്ള ഒരു വൈദ്യുതിയുടെ പ്രവാഹത്തിനെ സഹായിക്കുന്ന ആളായിരിക്കണം. ഇനി അടുത്തത് സ്ട്രോങ് ബോണ്ടിങ് വേണം. ഫ്ലോസ് ഈസിലി ഓവർ കോപ്പർ, അതായത് ഈ കോപ്പറിൻ്റെ വയറുകളായിരിക്കും പലപ്പോഴും ഇതിനകത്ത് ഉണ്ടാവുക അല്ലേ. ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിനകത്തൊക്കെ പലതരം വയറുകൾ ഉണ്ടാവും. അതിൻ്റെ മുകളിലേക്ക് വളരെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുകയും അവിടെ അതിനെ നല്ല സ്ട്രോങ് ആയിട്ട് ജോയിൻറ്റ് ചെയ്തിട്ട് പെട്ടെന്നൊന്നും ഇളകി പോവാതെ, ഫിസിക്കൽ ഡാമേജ് വരാതെ അതിനകത്ത് നിൽക്കുന്ന ആളും ആയിരിക്കണം. ഈ സ്വഭാവങ്ങളെല്ലാം ഒത്തിണങ്ങി വരുന്ന ഒരു അലോയാണ് ലെഡും ടിന്നും കൂടെ ചേർത്തുകൊണ്ടുള്ള അലോയ് എന്ന് പറയുന്നത്. അതിനകത്ത് 60% ടിന്നും 40% ലെഡുമാണ് ഉണ്ടാവുക. ക്ലിയർ ആയല്ലോ? അപ്പം ഇതാണ് സോൾഡർ അയോണിനകത്തുള്ള അലോയ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. 009/2020 എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത് കേട്ടോ. നോക്കാം, ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കാർബണേറ്റ് ഓർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കാർബണേറ്റ് അടങ്ങിയിട്ടുള്ള ഓറ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഹൈലി ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. നമുക്ക് നേരത്തെ നമ്മൾ ഇപ്പോൾ ആറ്റത്തിൻ്റെയൊക്കെ പല കൺസെപ്റ്റുകൾ പറയുന്നത് പോലെ, വലിപ്പമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ നമുക്ക് കൺസെപ്ച്വലായിട്ട് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന തരം ചോദ്യമല്ല ഇത് എന്ന് പറയുന്നത്. വളരെ ഫാക്ച്വലാണ്. കാർബണേറ്റ് ഓറ് ഏതാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരത്തിൽ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇതുപോലൊരു ചോദ്യം ഡീൽ ചെയ്യുമ്പോൾ പോലും നമുക്ക് എക്സ്ട്രാ പോയിന്റുകൾ നമുക്ക് പഠിക്കാം. അങ്ങനെ വേണം PYQനെ നമ്മൾ ഡീൽ ചെയ്യാൻ. അപ്പോൾ എന്താണ് ഓറ് എന്ന് നമുക്ക് പഠിക്കാമല്ലോ. അതൊക്കെ എക്സ്ട്രാ പോയിന്റുകളാണ് അല്ലേ. അപ്പോൾ ആലോചിക്കുക, എന്താണ് ഈ ഓറ് എന്ന് പറയുന്നത്, എന്താണ് ഈ മിനറൽ എന്ന് പറയുന്നത്. മെറ്റലുകളെ സംബന്ധിച്ചിടത്തോളം വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ് ഈ മെറ്റലുകളിലെ, പൊതുവെ ഇലക്ട്രോപോസിറ്റീവ് ആണെന്നൊക്കെ നമ്മൾ പറയും. ഈ മെറ്റലുകളെ മണ്ണിൽ നിന്നും നമ്മൾ ധാതുക്കളായിട്ട് കുഴിച്ചെടുക്കുന്ന സമയത്ത്, മണ്ണിൻ്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സമയത്ത് ഇരുമ്പായിട്ടും സ്റ്റീലായിട്ടും അതേപോലെ തന്നെ വെള്ളി വേറെ സ്വർണം വേറെ ഇങ്ങനെ ഇരിക്കുമോ? ഇല്ല അല്ലേ. ഇവർ റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവർ പലതരത്തിലുള്ള ആളുകളുമായിട്ട് റിയാക്ട് ചെയ്ത്, പല എലമെൻറ്റുകളുമായിട്ട് റിയാക്ട് ചെയ്ത് വലിയൊരു രൂപത്തിലാണ് ഇവർ ഇരിക്കുക. അത്തരത്തിൽ നമ്മൾ മണ്ണിനടിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഈ മെറ്റലുകളുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ആ രൂപത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിനറലുകൾ എന്ന് പറയുന്നത്, മിനറൽസ് എന്ന് പറയുന്നത്.
ക്ലിയർ ആയല്ലോ. ഇത്തരത്തിലുള്ള മിനറലുകളെ നമ്മൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്തു. ഉദാഹരണത്തിന് ഇരുമ്പിൻ്റെ അംശം അടങ്ങിയിട്ടുള്ള ഒന്നിൽ കൂടുതൽ മിനറലുകളുണ്ട്, പലതരം മിനറലുണ്ട്. ഈ പറയുന്ന ഓരോ മിനറലും നമ്മൾ മുമ്പിലെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു മിനറലിനെ നമുക്ക് എന്താ പറയുക ടോസ് ഇട്ട് തിരഞ്ഞെടുക്കാം, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഇരുമ്പിനെ എക്സ്ട്രാക്ട് ചെയ്യാം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു മിനറലിന് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള മെറ്റലിനെ വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മിനറൽ ഉണ്ടാവും അല്ലേ? നമ്മുടെ കയ്യിൽ 4 മിനറൽ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ 4 മിനറലിലും ഇരുമ്പിൻ്റെ അംശമുണ്ട്. ഏതൊരു മെറ്റലാണോ ആ മെറ്റലിൻ്റെ അംശമുണ്ട്. ആ കൂട്ടത്തിൽ നിന്നും ഏറ്റവും എളുപ്പത്തിൽ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് മെറ്റലിനെ വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു സ്പെസിഫിക് മിനറൽ ഉണ്ടല്ലോ, അയാളെ നമ്മൾ വിളിക്കും ഓറ് എന്ന് വിളിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ മിനറലിനെ ഒരു ഓറാണ് എന്ന് തിരഞ്ഞെടുത്ത് തീരുമാനിച്ച് വെക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ്? പ്രധാനമായിട്ടും ഈ മിനറലിനകത്ത് ഈ പറയുന്ന മെറ്റലിൻ്റെ നമുക്ക് ആവശ്യമുള്ള മെറ്റലിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കണം അല്ലേ? നമ്മൾ ഇത്രയും പ്രോസസ്സൊക്കെ നടത്തി മെറ്റലർജിയൊക്കെ നടത്തിയിട്ട് ഇത്തിരി കോണം മെറ്റലെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മിനറലിനകത്ത് വളരെയധികം മെറ്റൽ കണ്ടൻറ്റ് വേണം. രണ്ടാമത്തെ കാര്യം, ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ആ ചെലവ് അത് കുറവായിരിക്കണം. പിന്നെന്താ, ആ പ്രോസസ്സ് കുറച്ചുകൂടെ സിമ്പിളായിരിക്കണം. ഇത് മാത്രമല്ല, മണ്ണിനടിയിൽ അബുഡൻ്റായിട്ട് കിട്ടുന്ന മിനറൽ ആയിരിക്കണം. ഈ പറയുന്ന ക്രൈറ്റീരിയ എല്ലാം പാലിച്ചിട്ടുണ്ടെങ്കിൽ ആ മിനറലിനിൽ നിന്നുമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഓറായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് മെറ്റലിനെ നമ്മൾ എടുക്കുക. ഉദാഹരണത്തിന് നമ്മുടെ അയണിൻ്റെ പലതരത്തിലുള്ള മിനറലുകളുണ്ട്. അതിൽ പ്രധാനമായിട്ട് മാഗ്നറ്റൈറ്റ് ഉണ്ട്, ഹേമറ്റൈറ്റ് ഉണ്ട്. അയണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓറായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയലി യൂസ് ചെയ്യുന്നത് എന്തിനെയാണ്? ഹേമറ്റൈറ്റിനെയാണ്. അതേപോലെ തന്നെ അലുമിനിയത്തിൻ്റെ എന്താണ്? ബോക്സൈറ്റിനെയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം മിനറൽ എന്താണ്, ഓർ എന്താണ് എന്ന് മനസ്സിലായി. ഈ കൂട്ടത്തിൽ കാർബണേറ്റ് ഓറ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് കാർബണേറ്റ് ഓറ്. അപ്പം എന്താണ്? സിഡറൈറ്റ്. എന്താ ഉത്തരം എന്ന് പറയുന്നത്? സിഡറൈറ്റ് ആവും ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. കാർബണേറ്റ് ഓറ് എന്ന് കണ്ടു അല്ലേ? അപ്പോൾ കാർബണേറ്റിൻ്റെ അംശം ഉണ്ടാവും, അതായത് CO3 ഉണ്ടാവും. കണ്ടില്ലേ? അപ്പോൾ FeCO3 എന്ന് പറയുന്ന കെമിക്കൽ ഫോർമുലയുള്ള ഓറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിഡറൈറ്റ് എന്ന് വിളിക്കുക. ഇതിനകത്ത് CO3 ഉണ്ട്, കാർബണേറ്റ് ഉണ്ട്, അതുകൊണ്ട് അതൊരു കാർബണേറ്റ് ഓറാണ്. ക്ലിയർ ആയല്ലോ. ഇതിന് പ്രധാനമായിട്ടും ഇതിനകത്ത് Fe ഉണ്ട് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഏത് മെറ്റലായിരിക്കും നമ്മൾ അതിൽ നിന്ന് എടുക്കുക? അയണിനെ ആയിരിക്കും നമ്മൾ പുറത്തെടുക്കുക. അപ്പോൾ യൂസ്ഡ് ആസ് എ റോ മെറ്റീരിയൽ ടു എക്സ്ട്രാക്ട് അയൺ കണ്ടെയ്ൻസ് 48% ഓഫ് അയൺ. അതായത് ഈ പറയുന്ന പല ഓറിൽ നിന്നും, പ്രധാനമായിട്ട് ഹേമറ്റൈറ്റ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക, ഓറിൽ നിന്നും അയണിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റോ മെറ്റീരിയലായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഈ സിഡറൈറ്റിനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് കാൽസിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകും. ആദ്യം കാൽസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് എയറിൽ ഹീറ്റ് ചെയ്യുന്നതിനെയാണ് കാൽസിനേഷൻ എന്ന് പറയുക. ഇതിൽ നിന്നും എന്താണ്? ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്തിട്ട് സിഡറൈറ്റിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയണിനെ നമുക്ക് പുറത്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് ഈ CO3 ആണല്ലോ ഒഴിവാക്കേണ്ടത്, എന്നിട്ട് Fe അല്ലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇതിൽ നിന്നും റിലീസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള FeO എന്ന രൂപത്തിലേക്ക് ഇത് മാറ്റിയ ശേഷം അതിനെ സ്മെൽറ്റ് ചെയ്ത് അതിൽ നിന്നും അയണിനെ പുറത്തെടുക്കാറുണ്ട്. ഇതിനകത്ത് കാർബണേറ്റ് അടങ്ങിയിട്ടുള്ള ആ ഒരു ഓറ് എന്ന് പറയുന്നത് FeCO3 ആയതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്തായി? സിഡറൈറ്റ് ആയി. ക്ലിയർ ആണല്ലോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം. ഇതും സെയിം പരീക്ഷയ്ക്ക് 009-2020 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്ന ചോദ്യം? സിന്നബാർ ഈസ് ഓർ ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന കുറേ മെറ്റലുകളില്ലേ, ABCDയിൽ തന്നിരിക്കുന്ന മെറ്റലുകൾ, ഇവയിൽ ആരുടെ ഒരാളുടെ ഓറാണ് സിന്നബാർ എന്ന് പറയുന്നത്. അതാരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇപ്പോൾ ഈ പറയുന്ന PbSn HgTi എന്ന് പറഞ്ഞിട്ടുള്ള 4 ലോഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. മെർക്കുറി ഉണ്ട്, ലെഡ് ഉണ്ട്. ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട കുറേ ഓറുകൾ നമ്മൾ പഠിച്ചു വെക്കണം പരീക്ഷയ്ക്ക്. SCERT പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായിട്ട് പ്രധാനപ്പെട്ട മെറ്റലുകളും അവയുടെ ഓറുകളും എടുത്തു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സിൽ നമ്മൾ മെറ്റലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളത് പഠിക്കും. എന്നാലും അവിടെ പ്രധാനമായിട്ടും
ചില മെറ്റലുകൾ അവരുടെ ഓറുകൾ പഠിച്ചു വെക്കണം, വളരെ നന്നായിരിക്കും, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണത്. അപ്പോൾ നോക്കാം, സിന്നബാർ എന്ന് പറയുന്നത് ആരുടെ ഓറാണ്? മെർക്കുറിയുടെ ഓറാണ്. മെർക്കുറിയാണ് Hg എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെറ്റലുകൾ പഠിക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു സിമ്പൽ ഉണ്ടല്ലോ, അതും കൂടെ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. കണ്ടില്ലേ, ഓപ്ഷൻ്റെ അകത്ത് നമ്മളോട് മെർക്കുറി, ലെഡ്, ടിൻ എന്നൊന്നും തന്നിട്ടില്ല അല്ലേ, നേരിട്ട് അതിൻ്റെ ആ ഒരു സിമ്പിൾസ് മാത്രമാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ പ്രധാനപ്പെട്ട മെറ്റലുകൾ, അവയുടെ ഓറുകൾ, അവയുടെ ആ ഒരു കെമിക്കൽ സിമ്പിൾ, ഇത്രയും കാര്യങ്ങൾ പ്രധാനപ്പെട്ട കുറച്ച് മെറ്റലുകളുടെ പഠിച്ചു വെക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നോക്കാം, ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? മെർക്കുറിയാണ്. ഓപ്ഷൻ ബി ആണ്. നോക്കാം, അപ്പം മെർക്കുറിയുടെ ഓറാണ് സിന്നബാർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രൈമറി ഓർ യൂസ്ഡ് ടു എക്സ്ട്രാക്ട് മെർക്കുറി. മെർക്കുറിയെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓറ് സിന്നബാർ തന്നെയാണ്. ഇതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് മെർക്കുറി, ഈ 2 ഇങ്ങനെ ഇടുക, എന്നിട്ട് സൾഫൈഡ്, മെർക്കുറി സൾഫൈഡ് എന്ന് പറഞ്ഞാൽ മതി. HgS ആണ് അതിൻ്റെ ആ ഒരു കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ മെർക്കുറിയെ സിംപ്ലി ഹീറ്റ് ചെയ്തിട്ട്, ഇതിൻ്റെ ഓറായിട്ട് കിട്ടുന്ന ഈ ഒരു മെർക്കുറി സൾഫൈഡ് ആയിട്ടുള്ള സിന്നബാറിനെ ഉണ്ടല്ലോ, ഈ സിന്നബാറിനെ എന്ത് ചെയ്യും? ആദ്യം തന്നെ ഹീറ്റ് ചെയ്യും. എങ്ങനെയാണ് ഹീറ്റ് ചെയ്യുന്നത്? ഇൻ എയറിലാണ് ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 തരത്തിൽ ഈ പറയുന്ന ഓറുകളെ ഹീറ്റ് ചെയ്യാറുണ്ട്, ഓക്സിഡേഷന് വേണ്ടിയിട്ട് ഹീറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ 2 പ്രോസസ്സുകളാണ്, ഒന്ന് റോസ്റ്റിങ്ങും മറ്റൊന്ന് കാൽസിനേഷനും എന്ന് പറയുന്നത്. റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇൻ പ്രസൻസ് ഓഫ് എയറിലാണ് ഹീറ്റ് ചെയ്യുന്നത്, കാൽസിനേഷൻ എന്ന് പറയുമ്പോൾ ആബ്സെൻസ് ഓഫ് എയറിലാണ് ഹീറ്റ് ചെയ്യുന്നത്. അതാണ് അവർ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ളത് ഈ HgS ആണല്ലോ, നമ്മുടെ മെർക്കുറി സൾഫൈഡ് ആണല്ലോ നമ്മുടെ കയ്യിലുള്ളത്. ഇതിനെ നമ്മൾ ഇൻ പ്രസൻസ് ഓഫ് എയറിൽ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ഈ സൾഫറിനെ ഒഴിവാക്കിയിട്ട് ഈ മെർക്കുറി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ സൾഫർ എന്താവുന്നറിയോ? കമ്പൈൻ വിത്ത് ഓക്സിജൻ. ഇൻ പ്രസൻസ് ഓഫ് എയറിലല്ലേ ചൂടാക്കണേ, അപ്പോൾ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് SO2 എന്ന രൂപത്തിലായിട്ട് അതെന്ത് ചെയ്യുന്നു? HgSൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പ്യുവർ ആയിട്ടുള്ള ലിക്വിഡ് മെർക്കുറി മാത്രം നമ്മുടെ പാത്രത്തിനകത്ത് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ആ ഒരു എക്സ്ട്രാക്ഷൻ പ്രോസസ്സിൻ്റെ ഒരു സിമ്പിൾ രൂപം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, മെർക്കുറിയുടെ ഓറ് എന്ന് പറയുന്നത് സിന്നബാർ ആണ്. ആ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ് റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻ പ്രസൻസ് ഓഫ് എയറിൽ ചൂടാക്കുന്നതാണ്. ആബ്സെൻസ് ഓഫ് എയറിൽ ചൂടാക്കുന്നതിനെ കാൽസിനേഷൻ എന്നാണ് പറയുക. ഇങ്ങനെയുള്ള റിലേറ്റഡ് ഫാക്റ്റൊക്കെ ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അടുത്തേക്ക് പോവാം. 4ാമത്തെ ചോദ്യം, അൽ നിക്കോ ഈസ് ആൻ അലോയ് ഓഫ്. വീണ്ടും അലോയുടെ ചോദ്യം തന്നെ വന്നു അല്ലേ. നോക്കിയേ, ഇതും സെയിം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ സെയിം പരീക്ഷയ്ക്ക് തന്നെ അലോയുടെ ചോദ്യവും ഓറിൻ്റെ ചോദ്യവും ചോദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് ആ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അലോയികളും ഇതേപോലെ തന്നെ SCERT പുസ്തകത്തിൽ പ്രധാനപ്പെട്ട കുറച്ച് അലോയികൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അവയുടെ പർപ്പസും അതിനകത്ത് അടങ്ങിയിട്ടുള്ള കണ്ടന്റുകളും കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. നമ്മുടെ കോഴ്സിനകത്തൊക്കെ വരുമ്പോഴത്തേക്കിനും ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇവിടെ ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കിപ്പോവാം അല്ലേ. അപ്പോൾ അൽ നിക്കോ എന്ന് പറയുന്നത് ആ ഒരു അലോയ്ക്കകത്ത് എന്തൊക്കെ ആളുകളാണ്, ഏതൊക്കെ മെറ്റലുകളാണ് അടങ്ങിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം തന്നെ അൽ നിക്കോ എന്നിവിടെ എഴുതി നോക്കുക. ഇതിൽ നിന്നും നമുക്ക് ആ മെറ്റലിൻ്റെ പേരെന്താണെന്നുള്ളത് കിട്ടും. അത്രേ ഉള്ളൂ സംഭവം. ഇതിൻ്റെ ഉത്തരം അപ്പം എന്താ വരിക എന്നറിയോ? ഓപ്ഷൻ ബി ആണ്. നിങ്ങൾ നോക്കിയോക്കെ, ഓപ്ഷൻ ബിക്കകത്ത് എന്തൊക്കെയുണ്ട്? അയൺ എന്തായാലും ഉണ്ട്. ഈ അൽനിക്കോ എന്ന് പറയുമ്പോഴത്തേക്കിനും അയണിൻ്റെ അലോയാണ് അൽനിക്കോ എന്ന് പറയുന്നത്. അപ്പോൾ അയൺ ഉണ്ട്. ബാക്കി അൽനിക്കോ എന്ന് എഴുതി കഴിയുമ്പോൾ എന്ത് കിട്ടി? അലുമിനിയം, Ni നിക്കല്, CO കൊബാൾട്ട്. കണ്ടില്ലേ, ഇത്രയും കാര്യങ്ങളാണ് അൽനിക്കോയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ നമ്മൾ നോക്കി പോവല്ലേ. പ്രധാനമായിട്ടും ഈ ഒരു അൽ നിക്കോ എന്ന് പറയുന്നത് അലുമിനിയം, നിക്കല്, കൊബാൾട്ട് എന്നീ മെറ്റലുകളുടെ പേരിൽ നിന്നും എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു പേരെന്ന് പറയുന്നത്. ഇതിനകത്ത് അലുമിനിയം ഉണ്ട്, നിക്കലുണ്ട്, കൊബാൾട്ട് ഉണ്ട്. ഇത് കൂടാതെ അതിനകത്ത് ബേസ് മെറ്റലായിട്ട് എന്തുകൊണ്ട് അയണും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ അൽനിക്കോ എന്തിനാണ് ഉപയോഗിക്കുക, ഈ അലോയെ എന്തിനാണ് ഉപയോഗിക്കുക നമുക്ക് അറിയണ്ടേ. പ്രധാനമായിട്ടും മാഗ്നറ്റുകളുടെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടാണ് അൽനിക്കോനെ ഉപയോഗിക്കുക. അപ്പോൾ ഇതിന് ഫെറോ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് മെറ്റാലിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റ്
ആയിട്ട് ബിഹേവ് ചെയ്യുന്ന സ്വഭാവത്തിനെയാണ് ഫെറോ മാഗ്നറ്റിക് എന്ന് പറയാം. അതായത് കാന്തം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യുന്ന സ്വഭാവമുള്ള ആളുകളാണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ. അപ്പോൾ ഫെറോ മാഗ്നറ്റിക് ആയിട്ടുള്ള സ്വഭാവമുള്ള അലോയാണ് അൽനിക്കോ. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർമനന്റ് മാഗ്നറ്റുകളെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അൽനിക്കോയിനെ ഉപയോഗിക്കുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തേക്ക് പോവുകയാണ്. 5ാമത്തെ ചോദ്യം നോക്കാം. ക്യുപ്പലേഷൻ ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദ മെറ്റലർജി ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും വളരെ ഫാക്ച്വൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ. ഈ മെറ്റലർജി എന്ന് പറയുന്നത് മെറ്റലിൻ്റെ ഓറിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഡിസൈഡ് ആയിട്ടുള്ള മെറ്റലിനെ പുറത്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്ന് പറയുന്നത്. അപ്പോൾ കുപ്പുലേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഏത് മെറ്റലിൻ്റെ മെറ്റലർജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? സിൽവറാണ്, AG ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷനകത്ത് കണ്ടില്ലേ, നമുക്ക് അലുമിനിയം ഉണ്ട്, സിൽവർ ഉണ്ട്, സിങ്ക് ഉണ്ട്, ഇങ്ങനെയുള്ള ഓപ്ഷൻ തന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സിൽവറിലേക്ക് പോവാം. ഗോൾഡ് തന്നിരുന്നെങ്കിൽ ഗോൾഡിലും കൂടെ കുപ്പുലേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ചില സമയങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായിട്ടും കുപ്പുലേഷൻ എന്ന് പറയുന്നത് എവിടെയാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോബിൾ മെറ്റലുകൾ, അതായത് ഹൈലി റിയാക്റ്റീവ് അല്ലാതെ കിടക്കുന്ന മെറ്റലുകളുണ്ടല്ലോ, അയണ്, സിങ്ക് തുടങ്ങിയിട്ടുള്ള മെറ്റലുകളൊക്കെ ഹൈലി റിയാക്റ്റീവാണ്. അതേസമയം റിയാക്ടിവിറ്റി കുറഞ്ഞിട്ടുള്ള ആളുകളാണ് സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം ഇങ്ങനെയുള്ള ആളുകൾ. അവരെയൊക്കെ എന്താ വിളിക്കുക? നോബിൾ മെറ്റൽസ് എന്നാണ് നമ്മൾ വിളിക്കുക അല്ലേ. അപ്പോൾ നോബിൾ മെറ്റൽസുകളുടെ എക്സ്ട്രാക്ഷന് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം എന്താണ് അതുമായിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇവിടെ സിൽവറിൻ്റെ, ഗോൾഡിൻ്റെ തുടങ്ങിയിട്ടുള്ള മെറ്റലുകളുടെ മെറ്റലർജിയിലാണ് ഈ ഒരു പ്രോസസ്സ് ഉപയോഗിക്കുക. എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നറിയോ? നോബിൾ മെറ്റലിൽ നിന്നും ഇതിൻ്റെ ഇമ്പ്യൂരിറ്റീസിനെ ഒഴിവാക്കിയിട്ട്, പ്രധാനമായിട്ടും അതിനകത്ത് അടങ്ങിയിട്ടുള്ള ലെഡ് പോലെയുള്ള ഇമ്പ്യൂരിറ്റീസിനെ ഒഴിവാക്കിയിട്ട് നമ്മുടെ മെറ്റലിനെ മാത്രം പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സ് ഉപയോഗിക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അലോയെ, നമ്മുടെ കയ്യിലുള്ള ആ ഒരു നോബിൾ മെറ്റൽ അടങ്ങിയിട്ടുള്ള ആ ഒരു സാധനത്തിനെ നമ്മൾ ഹീറ്റ് ചെയ്യും. അലോയ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ലെഡ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അലോയ് എന്ന് വിളിച്ചിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ലെഡിൻ്റെ അംശം അടങ്ങിയിട്ടുള്ള ഒരു മിനറലാണ്, ഒരു ഓറാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്ന് ലെഡ് ഒഴിവാക്കിയിട്ട് നമുക്ക് സിൽവറിനെ കിട്ടണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയോ? ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോൾ പോറസ് ആയിട്ടുള്ള ഒരു വെസലിൽ, അതായത് അടിയിൽ ഗ്യാപ്പുകളുള്ള ഒരു വെസലിലാണ് ഇതിനെ ഹീറ്റ് ചെയ്യുക. ആ വെസലിനെ പറയുന്ന പേരാണ് ക്യുപ്പൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ലെഡ് ഓക്സിഡൈസ് ചെയ്യും, എന്നിട്ട് അതിനെ ഈ പോറസ് ആയിട്ടുള്ള ക്യുപ്പലിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും. അതിനകത്ത് പ്യുവർ ആയിട്ടുള്ള സിൽവർ ആണെങ്കിൽ സിൽവർ, അല്ലെങ്കിൽ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് മാത്രമായിട്ട് നമുക്ക് അവിടെ ലഭിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് ഉപയോഗിക്കുന്നത് നോബിൾ മെറ്റലുകളുടെ എക്സ്ട്രാക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആയല്ലോ? അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണെ. 6ാമത്തെ ചോദ്യമാണ് ഇത്. 112-2020 എന്ന് പറയുന്ന ഒരു പരീക്ഷയ്ക്ക്, ടെക്നിക്കൽ സുപ്പീരിയറിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ എന്താ ചോദ്യം? അയോണീസ് എന്ന് തന്നിട്ടുണ്ട്. അയൺ, Fe എന്ന് പറയുന്ന സാധനം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ഓപ്ഷനിൽ എന്താ തന്നിരിക്കുന്നത് നോക്കിയേ. ഫെറോ മാഗ്നറ്റിക് ആണോ, പാരാമാഗ്നറ്റിക് ആണോ, ഡൈ ഇലക്ട്രിക് ആണോ, നൺ ഓഫ് ദ എബോ ആണോ? ഇതാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പോൾ ഇത് ഉത്തരത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ എന്താ ഫെറോ മാഗ്നറ്റിക്, എന്താ പാരാമാഗ്നറ്റിക് എന്നൊക്കെ നമുക്കൊരു ഐഡിയ വേണ്ടേ. അപ്പോൾ അതാണ് നമ്മൾ ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. ഫെറോ മാഗ്നറ്റിക് ആണ് അയൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഫെറോ മാഗ്നറ്റിക് അല്ലെങ്കിൽ ഫെറി മാഗ്നറ്റിക്, അതേപോലെ ഡയാമാഗ്നറ്റിക്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആരാണ് എന്ന് നമുക്ക് നോക്കാം അല്ലേ. ഈ ഫെറോ മാഗ്നറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയൺ ഫെറോ മാഗ്നറ്റിക് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഫെറോ മാഗ്നറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വളരെയധികം അട്രാക്ഷൻ കാണിക്കുന്ന ആളെയാണ് ഫെറോ മാഗ്നറ്റിക് എന്ന് വിളിക്കുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കാന്തം നമ്മൾ കാണിക്കുമ്പോഴത്തേക്ക് ആ കാന്തത്തിനകത്ത് ഒട്ടിപ്പിടിക്കുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റേണലി കാണിക്കുമ്പോഴത്തേക്കും അതിലേക്ക് അട്രാക്റ്റഡ് ആവുകയാണ് ചെയ്യണേ അല്ലേ. അങ്ങനെയുള്ള സ്വഭാവം കാണിക്കുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫെറോ മാഗ്നറ്റിക് എന്ന് വിളിക്കുന്നു. നമ്മൾ കാന്തം കാണിക്കുമ്പോൾ ഇരുമ്പ് ഒട്ടിപ്പിടിക്കൂലേ, അപ്പോൾ ഇരുമ്പ് എന്താ? ഫെറോ മാഗ്നറ്റിക്. ഇത്ര ഉള്ളൂ സംഭവം. അപ്പോൾ എന്താണ്? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ കാണിക്കുന്ന ആളാണ് അയൺ. അതുകൊണ്ട് എന്താണ്? ഫെറോ മാഗ്നറ്റിക് ആണ്. ഫെറോ. ക്ലിയർ ആയല്ലോ? ഇനി ഇതിൻ്റെ മാഗ്നറ്റിക് ഡൊമൈനുകൾ, ഒരു മെറ്റലിനകത്ത് കുറേ ആറ്റംസ് ഉണ്ട് അല്ലേ, കുറേ ആറ്റം ഇങ്ങനെ ഇതിനകത്ത് അടുക്കി പിറക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഈ ആറ്റംസിനെ ടൈനി റീജിയൻസിലെ അതിനെ ഡൊമൈനുകൾ എന്നാണ് വിളിക്കുക.
ഈ ഭാഗങ്ങളിൽ ഈ ആറ്റങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഫെറോ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ വളരെ അടുക്കി ഒതുക്കി വെച്ചിട്ടുള്ള ഈ രീതിയിലുള്ള ഒരു അലൈൻമെൻറ്റ് അതിനകത്തെ ആറ്റംസ് കാണിക്കും. ഓക്കെ, ഇതിലെ ഓരോ ചെറിയ ചെറിയ മേഖലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൊമൈനുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ മെറ്റലിനകത്തെ ഒരു ഡൊമൈനിലുള്ള ആറ്റംസ് എല്ലാം എന്ത് ചെയ്യുന്നു, ഈ സ്പെസിഫിക് രീതിയിൽ ഒന്ന് റീഅറേഞ്ച് ആവുന്നു. അപ്പോൾ അതിനെ മെറ്റലിനോട്, നമ്മുടെ മാഗ്നറ്റിനോട് അട്രാക്റ്റ് ആവാനുള്ള ഒരു പ്രോപ്പർട്ടി അത് കാണിക്കുന്നു. ആ സ്വഭാവം കാണിക്കുന്നവരാണ് ഫെറോ മാഗ്നറ്റുകൾ. ക്ലിയർ ആയല്ലോ? അതായത് മാഗ്നറ്റിനെ കൊണ്ടുവന്ന് കാണിച്ചു തരുമ്പോഴത്തേക്കിനും അതിനകത്ത് റാൻഡമായിട്ട് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള, അതായത് കറവറാന്ന് കിടക്കുന്ന ഈ ആറ്റംസ് എല്ലാം, ഡൊമൈനുകളെല്ലാം എന്ത് ചെയ്യുന്നു, ലൈനപ്പ് ചെയ്ത് സെയിം ഡയറക്ഷനിലേക്ക് അത് മാറുന്നു. ഈ രീതിയിലിരിക്കും ഫെറോ മാഗ്നറ്റ്. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഈ ഒരു അലൈൻമെൻറ്റ് കാരണം ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ആംപ്ലിഫൈ ആയിട്ട് അതെന്ത് ചെയ്യുന്നു, സ്ട്രോങ് മാഗ്നറ്റിൻ്റെ സ്വഭാവം കാണിക്കുന്നു. അതായത് മറ്റൊരു മാഗ്നറ്റിനെ പോലെ അത് പെരുമാറുന്നു. അപ്പം മാഗ്നറ്റുകൾ പരസ്പരം അട്രാക്ട് ചെയ്യുമല്ലോ, അതേ രീതിയിൽ എന്ത് ചെയ്യുന്നു, ഈ അയൺ പോയിട്ട് അതിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. അയൺ എന്നല്ല, ഏതൊരു ഫെറോ മാഗ്നറ്റിക് വസ്തുവും പോയിട്ട് അട്രാക്ട് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒന്നുകൂടെ വളരെ എളുപ്പമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫെറോ മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയലുകൾ എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് അയൺ ഉണ്ട്, നിക്കലുണ്ട്, കൊബാൾട്ട് ഉണ്ട്. ഇവർ 3 പേര് ഫെറോ മാഗ്നറ്റിക് ആണ്. അയൺ, നിക്കൽ, കൊബാൾട്ട്, ഇവരൊക്കെ ഫെറോ മാഗ്നറ്റിക് ആണ്. ഇവരെല്ലാം എന്ത് തരം സബ്സ്റ്റൻസുകളാണ്? ഒരു മാഗ്നറ്റിനെ നമ്മൾ വെളിയിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആ മാഗ്നറ്റിൽ പോയിട്ട് സ്ട്രോങ്ലി അട്രാക്ട് ചെയ്യുന്ന ആളുകളാണ് ഇവർ 3 പേരും. ഇതിനകത്ത് capable of becoming permanent magnet themselves due to the spontaneous parallel alignment of atomic magnetic dipole within microscopic region called magnetic domains. അതായത് ഇങ്ങനെ ഒരു മെറ്റലിൻ്റെ കഷ്ണത്തിനെ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ചെറിയ ചെറിയ മേഖലകളെ എടുക്കാം. ആ മേഖലകളെയാണ് മാഗ്നറ്റിക് ഡൊമൈനുകൾ എന്ന് വിളിക്കുന്നത്. ഇതിനടുത്ത് ഡൈപോൾ സ്വഭാവം കാണിച്ച് നിൽക്കുന്ന ഈ ആറ്റോമിക് ലെവലിലുള്ള പാർട്ടിക്കിളുകളെല്ലാം ഒരു മാഗ്നറ്റിനെ നമ്മൾ ഇവിടുന്ന് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇതിനകത്ത് ഇത് ഇങ്ങനെ അറേഞ്ച് ആവും. ഓക്കെ, ഇങ്ങനെ അറേഞ്ച് ആയി കഴിയുമ്പോഴത്തേക്കിനും അതെന്ത് ചെയ്യുന്നു, സ്വയം ഒരു മാഗ്നറ്റിനെ പോലെ പെരുമാറുകയും നേരെ പോയി ഈ മാഗ്നറ്റുമായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഈ ഒരു എക്സ്റ്റേണൽ ഫീൽഡിനെ, ഈ മാഗ്നറ്റിനെ നമ്മൾ അവിടെ നിന്നും മാറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആ ഒരു സ്വഭാവം മാറി അല്ലേ, ഈ ഒരു അറേഞ്ച്മെൻറ്റ് മാറി, ആ മാഗ്നറ്റിക് സ്വഭാവം പോകും. പക്ഷേ ഫെറോ മാഗ്നറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾക്ക് ഈ ഒരു മാഗ്നറ്റിനെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാലും ഈ റീഅറേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു രീതി ഉണ്ടല്ലോ, അതിനെ കുറച്ച് നേരവും കൂടെ അങ്ങനെ തന്നെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അതായത് കുറച്ച് നേരം കൂടെ അതൊരു മാഗ്നറ്റിനെ പോലെ പെരുമാറും. ഓക്കെ, ആ ഒരു സ്വഭാവം ഫെറോ മാഗ്നറ്റുകൾ കാണിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. എക്സ്റ്റേണൽ ഫീൽഡിനെ നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അത് എന്ത് ചെയ്യുന്നു, ഹൈ ആയിട്ടുള്ള ഒരു പെർമേബിലിറ്റി കാണിക്കുന്നു. ഈ ഒരു സാധനത്തിനെ അങ്ങനെ തന്നെ അവിടെ പിടിച്ചു നിൽക്കുന്നു. ഈ ഒരു സ്വഭാവം, ഈ ഒരു അറേഞ്ച്മെൻറ്റ് അങ്ങനെ തന്നെ കുറച്ച് നേരത്തേക്ക് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മാഗ്നറ്റുകളെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഫെറോ മാഗ്നറ്റിക് ആയിട്ടുള്ള അലോയികളെ അല്ലെങ്കിൽ സബ്സ്റ്റൻസുകളെയാണ് ഉപയോഗിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഓപ്ഷനകത്ത് ഫെറോ മാഗ്നറ്റിക് കൂടാതെ മറ്റ് പലതരത്തിലുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടികളും എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അപ്പോൾ ഇതിനകത്ത് ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക്, ഇവ 3 നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്, അത് മാഗ്നറ്റ് കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഡയാമാഗ്നറ്റുകൾക്ക് നെഗറ്റീവാണ്. പാരാമാഗ്നറ്റുകൾക്ക് വളരെ ചെറിയ രീതിയിലുള്ളൊരു പോസിറ്റീവായിട്ടുള്ള സ്വഭാവമുണ്ട്. ഫെറോ മാഗ്നറ്റുകൾ പെട്ടെന്ന് പോയിട്ട് അട്രാക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് ആ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ കാണിച്ച് നിൽക്കും. ഇനി ഡയാമാഗ്നറ്റ് പെർമേബിലിറ്റി എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ലെസ് ദാൻ യൂണിറ്റി ആണ്, വളരെ ചെറുതാണ്. അതേസമയം പാരാമാഗ്നറ്റുകൾക്ക് കൂടുതലാണ്, ഫെറോ മാഗ്നറ്റുകൾക്ക് വളരെ കൂടുതലാണ്. മാഗ്നറ്റിക് നേച്ചർ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളിൽ ഇവരുടെ ഒരു പെരുമാറ്റം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയാമാഗ്നറ്റുകൾ എന്ത് ചെയ്യുന്നറിയോ, റിപ്പൽഡ് ഓർ എക്സ്പെൽഡ് ഫ്രം ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി, ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാണിച്ചു കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യുന്ന സ്വഭാവമാണ് കാണിക്കുക. പാരാമാഗ്നറ്റുകൾ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും, മറ്റ് പാരാമാഗ്നറ്റിക് മെറ്റീരിയലുകളെ അട്രാക്ട് ചെയ്യും. അതേസമയം ഫെറോ മാഗ്നറ്റ് എന്ത് ചെയ്യുന്നറിയോ, സ്ട്രോങ് ആയിട്ട് മറ്റൊരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ അട്രാക്ട് ചെയ്യും. ക്ലിയർ ആയല്ലോ? സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിൻ്റെ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ഈ ഒരു മാഗ്നറ്റിക് അറേഞ്ച്മെൻ്റ് ഉണ്ടല്ലോ, അതിൽ വന്നിട്ടുള്ള ഒരു
മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുമ്പോൾ ഇതിന് സംഭവിച്ച അറേഞ്ച്മെന്റ് കുറച്ച് നേരം കൂടെ അങ്ങനെ തന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അത് ഡയാമാഗ്നറ്റുകൾക്ക് ടെമ്പറേച്ചറുമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്വഭാവമാണ് അവർ കാണിക്കുക. പാരാമാഗ്നറ്റുകളാണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ സസെപ്റ്റബിലിറ്റി കുറയും. അതേസമയം ഫെറോ മാഗ്നറ്റുകൾക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ് ഇവർ കാണിക്കുക. ക്ലിയർ ആയല്ലോ. എക്സാമ്പിളുകൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡയാമാഗ്നറ്റിക് സ്വഭാവം കാണിക്കുന്ന ആളുകളാണ് ബിസ്മത്ത്, കോപ്പർ, വാട്ടർ. ഇവരൊക്കെ പാരാമാഗ്നറ്റിക് സ്വഭാവം കാണിക്കുന്നവരാണ് അലുമിനിയം, പ്ലാറ്റിനം, ക്രോമിയം എന്നൊക്കെ. ഫെറോ മാഗ്നറ്റിക് സ്വഭാവം കാണിക്കുന്നവരെ ഓൾറെഡി നമ്മൾ പറഞ്ഞു, അയൺ, നിക്കൽ, കൊബാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെറ്റലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 7ാമത്തെ ചോദ്യം. ഇവിടെ നോക്കിയേ, ബെൽ മെറ്റൽ ഈസ് ആൻ അലോയ് ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബെൽ മെറ്റൽ ഏത് 2 മെറ്റലുകളുടെ അലോയാണ്? ഇത് നോക്കിയേ, 011-2020 എന്ന് പറയുന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, കോപ്പറും അതേപോലെ തന്നെ SN-ഉമാണ് അല്ലേ. Cu ആൻഡ് SN ഇവരെ രണ്ടുപേരെയും ചേർത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക? ബെൽ മെറ്റലിനെ ഉണ്ടാക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് എന്താണ് ഈ ബെൽ മെറ്റൽ എന്ന് പറയുന്നത്? ഒരു ബെല്ല് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മണി ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അലോയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കോപ്പർ ഉണ്ട്, അതേപോലെ തന്നെ ടിന്നുണ്ട്. ഇവരെ രണ്ടുപേരെയും ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അലോയാണ് നമ്മൾ ബെൽ മെറ്റലായിട്ട് ഉപയോഗിക്കുക. അപ്പം നേരത്തെ നമ്മൾ സോൾഡർ അയോണിനെ കുറിച്ച് സംസാരിച്ചതുപോലെ തന്നെ ബെൽ മെറ്റലായിട്ടൊരു മെറ്റലിനെ ഉപയോഗിക്കണമെങ്കിൽ, ഒരു അലോയെ ഉപയോഗിക്കണമെങ്കിൽ എന്ത് സ്വഭാവമാണ് അതിനുണ്ടാവേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ചേ. മെറ്റലുകൾക്ക് മാത്രമായിട്ടുള്ള കുറച്ചധികം സ്വഭാവങ്ങളുണ്ട്. മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, മെറ്റാലിക് ലസ്റ്റർ, ഇങ്ങനെ കുറേ സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് സൊണോറിറ്റി എന്ന് പറയുന്നത്. സൊണോറിറ്റി അതായത് കട്ടിയുള്ള ഏതെങ്കിലും പ്രതലങ്ങളിൽ ഒരു മെറ്റലിനെ നമ്മൾ തട്ടുകയാണെങ്കിൽ വളരെ ഉച്ചത്തിലുള്ള ശബ്ദമുണ്ടാക്കാനുള്ള കഴിവിനെയാണ് സൊണോറിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് സൊണോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കട്ടിയുള്ള പ്രതലങ്ങളിൽ മെറ്റലിനെ കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ള ശബ്ദമുണ്ടാക്കാനുള്ള കപ്പാസിറ്റിയാണ് സൊണോറിറ്റി. മെറ്റലുകളുടെ സ്വഭാവമാണ്, നോൺ മെറ്റലുകൾക്ക് ഈ സ്വഭാവമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിലെ മണിയായിട്ട് നമ്മൾ ഒരു മെറ്റലിനെ അല്ലെങ്കിൽ ഒരു അലോയിയാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലേ. അല്ലാതെ ഒരു മരത്തടി ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് അതുമേൽ ബെല്ലടിച്ചിട്ട് ക്ലാസ് വിടാം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ല. മെറ്റലുകളാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലേ. അടുക്കളയിൽ പാത്രം താഴെ വീണു, നല്ലൊരു സൗണ്ട് അങ്ങോട്ട് കേൾക്കും അല്ലേ. അത് അങ്ങനെയുള്ള ശബ്ദം കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? മെറ്റൽ കൊണ്ട് ഇതിനെയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ സൊണോറിറ്റി എന്ന് പറയുന്ന സ്വഭാവം വളരെയധികം ആവശ്യമുള്ള ഒരു പർപ്പസ് അല്ലേ ബെൽ മെറ്റലിന് വേണ്ടത്? അതെ അല്ലേ. അപ്പോൾ ഈ ബെൽ മെറ്റലായിട്ട് നമ്മൾ ഒരു അലോയെ സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് വേണം? പ്രൈമറിലി സൊണോറിറ്റി വേണം. ക്ലിയർ ആയല്ലോ. അപ്പോൾ സൊണോറിറ്റി നല്ല രീതിയിൽ ലഭിക്കുന്ന ഒരു അലോയ് രൂപത്തെ നമ്മൾ ബെൽ മെറ്റലായിട്ട് സെലക്ട് ചെയ്യുന്നു. ഇവിടെ കോപ്പറും ടിന്നുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ ഒരു സ്പെസിഫിക് റേഷ്യോ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ബ്രോൺസ് ആയിട്ട് വെങ്കലം എന്നാണ് പറയുക ഈ ബെൽമെറ്റലിൻ്റെ ആ ഒരു രൂപത്തെ. അതിനകത്ത് ടിന്നിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 20%, അതേപോലെ തന്നെ കോപ്പറിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 80% അടങ്ങിയിരിക്കുന്ന ഒരു അലോയാണ് ഈ ഒരു ബ്രോൺസ് രൂപത്തിലിരിക്കുന്ന ബെൽ മെറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹൈ ആയിട്ടുള്ള സൊണോറസ് സ്വഭാവം, സൊണോറിറ്റി വളരെയധികം കാണിക്കുന്ന ആളാണ്. അതായത് വളരെ ലൗഡായിട്ടുള്ളൊരു സ്വഭാവം, ലൗഡായിട്ടുള്ളൊരു ശബ്ദം ഉണ്ടാക്കാനുള്ള ഒരു സ്വഭാവം ഇതിനുണ്ട്. അതുപോലെ തന്നെ വളരെ ഹാർഡ് ആയിട്ടുള്ള ഹൈ ടിൻ കണ്ടന്റ് മേക്സ് ദ അലോയ് വെരി ഹാർഡ് ആൻഡ് റിജിഡ് വിച്ച് ഇംപ്രൂവ്സ് ദ ടോൺ. വളരെ റിജിഡ് ആക്കും. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ വലിയൊരു ശബ്ദം, മുഴക്കത്തോടുകൂടി, റെസണൻസോടുകൂടി എല്ലാ സ്ഥലത്തും എത്തുന്ന തരത്തിലുള്ളൊരു സ്വഭാവം ഈ അലോയ് കാണിക്കും. ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യത്തിൽ 8ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് കാർബൺ-14 യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ ഏജ് ഓഫ് ഫോസിൽസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നോൺ മെറ്റൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ്. കാർബൺ-14, കാർബൺ എന്ന് പറയുന്ന ഒരു നോൺ മെറ്റലാണ്. ഇതും 011-2020 എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കണേ? ഹാഫ് ലൈഫ്, കാർബൺ-14ൻ്റെ ഹാഫ് ലൈഫ് എന്താണ് ഈ താഴെ തന്നിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഹാഫ് ലൈഫ് അല്ലെങ്കിൽ കാർബൺ-14നെ നമ്മളിവിടെ എടുക്കാനുള്ള കാരണം എന്ത് എന്നുള്ളത് നമ്മളൊന്ന് അറിയണ്ടേ. അപ്പോൾ റേഡിയോ ആക്റ്റീവായിട്ടുള്ള കുറച്ചധികം
എലമെൻറ്റുകളുണ്ട്. ഇവരുടെയൊക്കെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ന്യൂക്ലിയസ് കുറച്ച് ഹെവി ആയിരിക്കും. ഈ ഹെവി ന്യൂക്ലിയസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ഹൈലി അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും എന്ത് വേണം? സ്റ്റേബിൾ ആവണം. സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്ത് വേണം? ഈ ഹെവി ന്യൂക്ലിയസിനെ എങ്ങനെങ്കിലും ഒന്ന് ഒഴിവായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു രൂപത്തിലേക്ക് ഇവർക്ക് തിരിച്ചു പോകണം അല്ലേ? അങ്ങനെ സ്റ്റേബിളായി മാറാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു? റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നു. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ആൽഫ, ബീറ്റ, ഗാമ കണങ്ങളെ ഇവർ പുറന്തള്ളുന്നു. ഇങ്ങനെ പുറന്തള്ളിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ന്യൂക്ലിയസിൻ്റെ ആ ഹെവിനെസ് കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള മറ്റൊരു എലമെൻ്റ് ആയിട്ട് ഇവർ മാറുന്നു. ഇതാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മെറ്റൽസ് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നത്. കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്ന സമയത്ത് അവർ എന്ത് ചെയ്യുന്നില്ല? ഈ ന്യൂക്ലിയസിനെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് റേഡിയോ ആക്ടിവിറ്റി കാണിച്ചുകൊണ്ടല്ല മാറുന്നത്. രണ്ടും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ബേസിക് ആയിട്ട് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഹെവി ന്യൂക്ലിയസ് ഉള്ള ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റങ്ങൾ അവരുടെ അകത്തു നിന്നും ആ ആറ്റങ്ങളിൽ നിന്നും റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു റേസിനെ പുറന്തള്ളിക്കൊണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള മറ്റൊരു ആറ്റമായിട്ട് മാറാനായിട്ട് ശ്രമിക്കുന്ന സ്വഭാവത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റേഡിയോ ആക്ടിവിറ്റി എന്ന് വിളിക്കുക. ക്ലിയർ ആയല്ലോ? ഈ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന പലതരം മെറ്റീരിയലുണ്ട്, പലതരം ഐസോട്ടോപ്പുകളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ റേഡിയോ ആക്ടിവിറ്റി സ്വഭാവങ്ങൾ നമ്മൾ പല മേഖലകളിലും ഉപയോഗിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസുകൾ ഉള്ളവരാണ് ഇവരൊക്കെ. അപ്പോൾ ഹാഫ് ലൈഫും റേഡിയോ ആക്ടിവിറ്റിയും തമ്മിൽ എന്താ ബന്ധം? നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഈ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ റേസിനെ പുറന്തള്ളി ഇവർ മറ്റൊരു ആറ്റമായിട്ട് മാറും. സ്വയം ഇങ്ങനെ ഡീജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും ഇവർ. ഇങ്ങനെ ഡീജനറേറ്റ് ആയി ഈ കാർബൺ 14 നമ്മളൊരു പാത്രത്തിൽ ഇങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് റീജനറേറ്റ് ആയി ഇതിലടങ്ങിയിരിക്കുന്ന ആ ഒരു എമൗണ്ടിൻ്റെ പകുതി ഭാഗം ഇല്ലാതാകാൻ എടുക്കുന്ന സമയമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് എന്ന് വിളിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതിങ്ങനെ റീജനറേറ്റ് ആയി മൊത്തത്തിൽ സ്റ്റേബിൾ ആയിട്ടുള്ള മറ്റൊരു ആറ്റമായിട്ട് മാറും. ഇതിലെ പകുതി എമൗണ്ട് മറ്റൊരു ആറ്റമായിട്ട് മാറാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ഹാഫ് ലൈഫ് എന്ന് വിളിക്കുക. ക്ലിയർ ആയല്ലോ? ഈ കാർബൺ 14 പ്രധാനമായിട്ടും ഫോസിലുകളുടെ പ്രായം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഈ പ്രോസസ്സിനെ നമ്മൾ കാർബൺ ഡേറ്റിംഗ് എന്നാണ് വിളിക്കുക. അതായത് ഈ ഓർഗാനിസംസ് ഒക്കെ മരിച്ചുപോയി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് അടങ്ങിയിട്ടുള്ള, അതിൻ്റെ ശരീരത്തിനകത്ത് ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയലുകളുണ്ട്. അതിനകത്ത് അടങ്ങിയിട്ടുള്ള കാർബൺ 14 എന്ത് ചെയ്യും? മെല്ലെ ഡീജനറേറ്റ് ആവാനായിട്ട് തുടങ്ങും. കുറേ ഏജുകൾക്ക് ശേഷം നമ്മൾ മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഒരു ദിനോസറിൻ്റെ ഫോസിൽ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഈ ദിനോസറിന് എത്ര പ്രായമുണ്ടായിരുന്നു എന്നറിയണമെങ്കിൽ അതിൻ്റെ ആ ഒരു എല്ലിനകത്ത് എത്ര കാർബൺ 14 ഇല്ലാണ്ടായി പോയിട്ടുണ്ട് എന്ന് നോക്കിയാൽ മതി. ഹാഫ് ലൈഫ് നമുക്ക് അറിയണത് കൊണ്ട് നമുക്ക് അതിൽ നിന്നും എത്ര വർഷമായി എന്നുള്ളത് കണക്ക് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ആ പ്രോസസ്സാണ് കാർബൺ ഡേറ്റിംഗ് ബേസിക് ആയിട്ട് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ലൈഫ് എന്താണ് എന്ന് നമ്മൾ അറിയണ്ടേ? ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ കാർബൺ ഡേറ്റിങ്ങിന് കാർബൺ 14ൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 5760 വർഷമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്? കാർബൺ ഡേറ്റിംഗ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ 50% എമൗണ്ട് ഡികേ ആയി പോകാനെടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ഹാഫ് ലൈഫ് എന്ന് വിളിക്കുക. ഓക്കെ, ഹാഫ് ലൈഫ് എന്ന് നമ്മൾ വിളിക്കുക. അതായത് ഓവർ ടൈം ഈ പറയുന്ന കാർബൺ 14 ഡികെ ആയി നൈട്രജൻ 14 എന്ന് പറയുന്ന സ്റ്റേബിൾ ആയിട്ടുള്ള മറ്റൊരു ആറ്റമായി മാറാനായിട്ട് ശ്രമിക്കുന്നു. ഇതിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റേറ്റിലാണ് ഇതിങ്ങനെ നശിച്ചു പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. ആ ഒരു റേറ്റ് നമുക്ക് കൃത്യമായിട്ട് അറിയുമെങ്കിൽ, ഈ ഹാഫ് ലൈഫ് നമുക്ക് കറക്റ്റായിട്ട് അറിയുമെങ്കിൽ ഫോസിലുകളുടെ പ്രായം നമുക്ക് കണക്കാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർബൺ ഡേറ്റിംഗ് അല്ലെങ്കിൽ റേഡിയോ കാർബൺ ഡേറ്റിംഗ്. ക്ലിയർ ആയല്ലോ? ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യമാണ് 9ാമത്തെ ചോദ്യം. ഇതും 011-2020 എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് 11-2020 എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓൺലൈൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. നോക്കാം. അൾട്രാ പ്യുവർ മെറ്റൽസ് ലൈക്ക് സിർക്കോണിയം, ടൈറ്റാനിയം ആർ റിഫൈൻഡ് ബൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സിർക്കോണിയം, ടൈറ്റാനിയം ഇവരുടെയൊക്കെ അൾട്രാ പ്യുവർ ആയിട്ടുള്ള രീതിയിലുള്ള അൾട്രാ പ്യുവർ രൂപത്തിൽ നമുക്കിവരെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ മെത്തേഡിൻ്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേരാണ് വാൻ ആർക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ പല മെറ്റലുകളെയും നമ്മൾ മെറ്റലർജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ ശുദ്ധീകരിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ശുദ്ധീകരിച്ചെടുത്താലും വളരെ സ്ലൈറ്റ് എമൗണ്ട് ഓഫ് മറ്റുള്ള മെറ്റീരിയലൊക്കെ അതിനകത്ത് കിടന്നു കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ അൾട്രാ പ്യുവറായിട്ടുള്ള, അത്രയും പ്യുവറായിട്ടുള്ള മെറ്റലുകളെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അത് ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രധാനമായിട്ടും ഇലക്ട്രോണിക് സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് വളരെ ചെറിയ അമൗണ്ടിൽ മറ്റൊരു മെറ്റൽ ഇരുന്നാൽ പോലും, മറ്റൊരു എലമെൻ്റ് ഇരുന്നാൽ പോലും ഇത് സാധനത്തിൻ്റെ സ്വഭാവത്തിൽ, അതിൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ ആ ഒരു ബിഹേവിയറിൽ വ്യത്യസ്തത കാണിക്കും എന്നുള്ള സാഹചര്യങ്ങൾ. അതേപോലെ തന്നെ സെമി കണ്ടക്ടറുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മെറ്റലുകളെ ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കൊക്കെ നമുക്ക് മെറ്റലുകളുടെ അൾട്രാ പ്യുവർ ആയിട്ടുള്ള ആ ഒരു രൂപം നമുക്ക് അത്യാവശ്യമാണ്. അങ്ങനെ നമ്മൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് വാൻ ആർക്കൽ മെത്തേഡ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് എന്താണ്, അൾട്രാ പ്യുവർ ആയിട്ടുള്ള അൾട്രാ പ്യൂരിഫിക്കേഷൻ നമ്മൾ സിർക്കോണിയത്തിലും ടൈറ്റാനിയത്തിലും ഒക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് കൂടാതെ ജർമ്മേനിയം, സിലിക്കൺ തുടങ്ങിയിട്ടുള്ള സെമി കണ്ടക്ടറുകളിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പർ ഫേസ് റിഫൈനിങ് ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിക്കുക. ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഓക്സിജനെ അതിൽ നിന്നും റിമൂവ് ചെയ്യും, കൂടാതെ നൈട്രജൻ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യും. ഇതിൽ നിന്നകത്തു നിന്നും ഇമ്പ്യൂർ മെറ്റലിനെ ഹീറ്റ് ചെയ്ത് അയഡിൻ്റെ ഒരു സാഹചര്യത്തിൽ, ആ ഒരു സാന്നിധ്യത്തിൽ അതിനെ ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് വോളറ്റൈലായിട്ടുള്ള ഗ്യാസുകളെ, വോളറ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചൂടാക്കുന്ന സമയത്ത് നീരാവിയല്ല, ഒരു വാതക രൂപത്തിലേക്ക് മാറിയിട്ട് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകാൻ ക്യാപ്പബിലിറ്റി ഉള്ള ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വോളറ്റൈൽ എന്ന് വിളിക്കുക. ഓക്കെ, അല്ലാത്ത ആളുകളെ നോൺ വോളറ്റൈൽ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ വോളറ്റൈൽ ആയിട്ടുള്ള ഗ്യാസുകളെ അതിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് അൾട്രാ പ്യുവർ രൂപത്തിൽ നമ്മൾ മെറ്റലുകളെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ദിസ് ഗ്യാസ് ഈസ് ഡീകമ്പോസ്ഡ് ഇൻ എ ഹോട്ട് ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ഡീകമ്പോസിങ് പ്യുവർ മെറ്റൽ വൈൽ റീസൈക്ലിംഗ് അയഡിൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ അൾട്രാ പ്യുവർ ആയിട്ടുള്ള രൂപത്തിൽ സെമി കണ്ടക്ടറിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെറ്റീരിയലുകളിലോ ഒക്കെ മെറ്റലുകളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഉപയോഗിക്കുന്നു. ക്ലിയർ ആയല്ലോ? 10ാമത്തെ ചോദ്യത്തിലേക്ക്, അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സെയിം പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇപ്പം എന്താ ചോദ്യം? ലെതേർജ് ഈസ് ആൻ ഓർ ഓഫ്. ഞാൻ പറഞ്ഞല്ലോ, മെറ്റലുകൾ, പ്രധാനപ്പെട്ട മെറ്റലുകളും അവരുടെ ഓറുകളും പഠിച്ചു വെച്ചേക്കണേ എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ലെതേർജ് എന്ന് പറയുന്നത് ഏത് മെറ്റലിൻ്റെ ഓറാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണ്? ലെഡാണ്. ലെഡിൻ്റെ ഓറാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം. മിനറൽ ഈസ് കോൾഡ് ലെതേർജ്, കെമിക്കലി ലെഡ് മോണോക്സൈഡ്. ലെഡ് മോണോക്സൈഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലെതേർജ് എന്ന് വിളിക്കുക. ഇത് എന്തിൻ്റെ മിനറലാണ്? നമ്മുടെ ലെഡിൻ്റെ മിനറലാണ് ലെഡ് മോണോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ലെഡിൻ്റെ മിനറൽ സോഴ്സാണ് ഈ ലെഡ് മോണോക്സൈഡ് അല്ലെങ്കിൽ ലെതേർജ് എന്ന് പറയുന്നത്. പിന്നെ കെമിക്കൽ ഫോർമുല നോക്കുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞല്ലോ ലെഡ് മോണോക്സൈഡ് അല്ലേ, അപ്പോൾ ലെഡ് എന്നുള്ളത് PB എന്ന് എഴുതുക, ഓക്സിജൻ ഒരെണ്ണം കൊടുക്കുക, അപ്പോൾ ലെഡ് മോണോക്സൈഡ് ആയി. ഇറ്റ് ഈസ് ടിപ്പിക്കലി ഫോംഡ് ബൈ ഓക്സിഡേഷൻ ഓഫ് ലെഡ് ഓർ ഗലേന ഓർസ് ഹീറ്റഡ് ഇൻ എയർ. ഗലേനയുടെ ഓറുകളെയോ അല്ലെങ്കിൽ ലെഡിൻ്റെ ഓറുകളെയോ നമ്മൾ ഹീറ്റിൻ്റെ പ്രസൻസിൽ, എയറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതിനകത്തേക്ക് ഓക്സിജനും കൂടെ ആഡായിട്ട് ഈ പറയുന്ന PbO എന്ന രൂപത്തിൽ, ലെഡ് മോണോക്സൈഡിൻ്റെ രൂപത്തിൽ ഈ ഓറിനെ നമുക്ക് ലഭിക്കും. ഈ ഓറിൻ്റെ രൂപത്തിലാണ് കിട്ടുന്നതെങ്കിൽ ഇതിൽ നിന്ന് ഈ ഓക്സിജനെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലെഡിനെ എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ PYQ സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഡീൽ ചെയ്തത്. മെറ്റൽസും നോൺ മെറ്റൽസും എന്ന് പറയുന്ന കെമിസ്ട്രിയിലെ തന്നെ വളരെ വലിയൊരു ടോപ്പിക്കിൽ നിന്നും 2020 വർഷത്തിൽ PSC ചോദിച്ച 10 ചോദ്യങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്തത്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് PSC ഒരുപാട് ചോദ്യം 2020 ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കിൽ നിന്ന് തന്നെ മറ്റൊരു 10 ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ചോദ്യങ്ങളും അവരുടെ ആ ഒരു റിലേറ്റഡ് ഫാക്റ്റുകളും നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ.